ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും അഡ്വക്കേറ്റ് അഞ്ജലി സീരിയലിൽ ഇന്നത്തെ നല്ലൊരു എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അർജുൻ ഭയങ്കര ബഹളം കേട്ടോ. ആരെങ്കിലും വാതിൽ തുറക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം കൂടി അടിച്ചു പൊട്ടിച്ച് അല്ലി പൊട്ടിച്ച് നിലത്തേക്ക് വരൂ. ആരെങ്കിലും വാതിൽ തുറക്കുന്നുണ്ടോ? ഇളയച്ച, ഇളയമ്മേ, ചിറ്റേ, മുത്തശ്ശി, അമ്മേ, ആരെങ്കിലും വാതിൽ തുറക്ക്. എടി നിത്യ, വാതിൽ തുറക്ക്. ആരെങ്കിലും ഒന്ന് വാതിൽ തുറക്ക്. ഞാൻ അവസാനം വരെ പറയാണ്, ആരെങ്കിലും വാതിൽ തുറക്ക്. അല്ലെങ്കിൽ ഇവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിച്ച് കളയും ഞാൻ എന്നൊക്കെ പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറയണ്ടേ, എടുത്തി അർജുൻ കുട്ടിയൊന്നുമില്ല, മുതിർന്ന ഒരു പുരുഷനാണ്. അവനും ഒരു അഭിപ്രായ സ്വാതന്ത്ര്യവും അതുപോലെ തന്നെ എല്ലാ സ്വാതന്ത്ര്യവും അവനും ഉണ്ട് നമ്മളെ പോലെ. അവനൊന്ന് വാതിൽ തുറന്നു കൊടുക്കേടത്തി. ഇല്ല, പറ്റില്ല, നിന്റെ ഏട്ടൻ വരുന്നവരെ ഞാൻ അത് ചെയ്യില്ല എന്ന് പറയണം. ആ സമയത്ത് മുകുന്ദൻ പറയണ്ട, കഷ്ടമുണ്ട് എടുത്തി, അവനൊന്ന് തുറന്നു വിട്ടൂടെ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെന്നുണ്ടെങ്കിൽ രാഘവേട്ടൻ വരുമ്പോ അങ്ങോട്ട് സംസാരിച്ചോ, എന്നോടൊന്നും ചോദിക്കാൻ വരണ്ട. എന്തായാലും രാഘവേട്ടൻ വരുന്നവരെ ഞാൻ തുറക്കില്ലെന്ന് വെച്ചാൽ തുറക്കില്ല എന്ന് പറയണം. അപ്പോഴേക്കും ഇന്ദു ചോദിക്കണ്ട്, എല്ലായിടത്തി ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ശരിക്കും രാഘവേട്ടൻ പറഞ്ഞിട്ട് തന്നെയാണോ എടുത്തി അർജുനെ പൂട്ടിയിട്ടത്, അതോ അവള് പറഞ്ഞിട്ടാണോ ആ അനുപമ? അപ്പോഴേക്കും നന്ദിനി ഇന്ദുവിനെ നോക്കാണ്. അയ്യോ, ഞാൻ ചോദിച്ചത് വേറൊന്നല്ല, സാധാരണ ഇങ്ങനത്തെ ഉടായ്പ ചിന്തകൾ അവളുടെ ബുദ്ധിയിൽ ഒതുക്കാറുള്ളൂ. രാവിലെ ഇവിടെ നിന്ന് കെട്ടിയെഴുന്നള്ളി പോയതാണ് അമ്പലത്തിലേക്കെന്ന് പറഞ്ഞിട്ട്, അതുകൊണ്ടാ ചോദിച്ചത്. അവളിതിന് പറഞ്ഞു ഉപദേശിച്ചിട്ടാണോ പോയെന്ന്. എനിക്ക് ആരുടെ ഉപദേശം കേൾക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് രാഘവേട്ടൻ പറഞ്ഞു, ഞാൻ അനുസരിച്ചു, അത്രേ ഉള്ളൂ. രാഘവേട്ടൻ വന്നതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്തു, എനിക്കൊരു കുഴപ്പമില്ല. അപ്പൊ ഗോവിന്ദ പറയുന്നുണ്ട്, ആരെന്തൊക്കെ പറയാനും ഞാൻ അർജുന്റെ വാതിൽ തുറന്നു കൊടുക്കും. ഗോവിന്ദ, വേണ്ട, നിന്റെ ഏട്ടന്റെ ഉത്തരവാണ്. ഏട്ടനാരാ, വലിയ ആളോ? ഏട്ടന്റെ വക്കീലുകളെയൊക്കെ അങ്ങോട്ട് കോടതിയിൽ മതി, ഇതേ വീടാണ്. അതുകൊണ്ട് ഞാൻ എന്തായാലും തുറക്കും. എടുത്തി ആ കീ കൊടുക്കുക. ഗോവിന്ദ, ഞാൻ പറയണ കേക്ക്, ഇപ്പൊ തുറക്കണ്ട, നിന്റെ ഏട്ടൻ വരട്ടെ, എടുത്തി ആ കീ കുത്താ എന്ന് പറയാണ്. അത് കേൾക്കുമ്പോ മുത്തശ്ശി പറയണ്ട, ഗോവിന്ദ നീ പോയി വാതിൽ തുറന്നോടാ. എന്തൊരു കഷ്ടം ഇത്, പിള്ളേരെയൊക്കെ റൂമിൽ അടച്ചു പൂട്ടിയിട്ട് കാര്യം നടത്തുന്ന കാലമൊക്കെ കഴിഞ്ഞു അങ്ങ് പണ്ട്. ഇത് പുതിയ ജനറേഷനാ, പുതിയ കാലമാ. പിള്ളേരാരും പേടിപ്പിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. എടാ ഗോവിന്ദ, പോയി വാതിൽ തുറക്കുക. ഞാനായി പറയണത്, ഈ വീടിന്റെ ഉടമസ്ഥ ഞാനാണ്. ഞാനാ പറഞ്ഞത്, പോയി വാതിൽ തുറന്നു കൊടുക്ക്. അങ്ങനെ ഗോവിന്ദൻ ആ കീ വലിച്ചു മേടിച്ച് മുകളിലേക്ക് പോണ സമയത്ത് തന്നെ അവിടേക്ക് രാഘവനുണ്ണി വരുവാട്ടോ. നന്ദിനി പറയണ്ട്, ഏട്ടൻ വന്നല്ലോ, ഇനി ആര് എന്താ ചെയ്തോ. രാഘവനുണ്ണി എടുത്ത് ഗോവിന്ദൻ പറയണ്ട്, ഏട്ടാ കുറച്ചുളുപ്പ് വേണം, നാണുണ്ടോ ഏട്ടാ അവനിങ്ങനെ റൂമിൽ ലോക്ക് ചെയ്യാനായിട്ട്? എത്ര നേര് അവൻ ലോക്ക് ചെയ്തിട്ടിരിക്കുന്നത്. എന്നാലും ഇതൊക്കെ വളരെ മോശമാണ് ഏട്ടാ, ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് ഏട്ടാ എന്ന് പറയുമ്പോഴേക്കും, നിങ്ങൾ ആരാച്ച അർജുനെ തുറന്നു കേട്ടോ, ഇനി ആരും അർജുനെ അടച്ചിടണ്ട. നന്ദിനി പോയി വാതിൽ തുറന്നോ. ശരി എന്ന് പറഞ്ഞിട്ട് ആ കീ മേടിച്ചിട്ട് നന്ദിനി അർജുന്റെ വാതിൽ തുറക്കാൻ വേണ്ടി മുകളിലേക്ക് പോകാട്ടോ. എന്നിട്ട് വാതിൽ തുറക്കുന്നുണ്ട്. അർജുൻ ആകെ ദേഷ്യം പിടിച്ച് ഭ്രാന്ത് പിടിച്ച് അവിടെ കിടക്കായിരിക്കും. ആ സമയത്ത് തന്നെ വാതിൽ തുറക്കുന്ന ഒച്ച കഴിയുമ്പോൾ അർജുൻ വേഗം വാതിലിന്റെ അടുത്ത് പോയിട്ട് വാതിൽ തള്ളി ഇങ്ങനെ തുറക്കുവാണ്. എന്നിട്ട് നന്ദിനെ ഒന്ന് ദഹിപ്പിക്കുന്ന പോലെ നോക്കിയതിനു ശേഷം നിലത്തേക്ക് വരുന്നുണ്ട്. ആ സമയത്താണ് രാഘവണ്ണി പറയണത്, ഇനി ആരും അർജുനെ ലോക്ക് ചെയ്യാൻ പോണില്ല, അർജുനെ എവിടെ അയച്ചു പോട്ടെ, അർജുന് ഇഷ്ടം പോലെ ചെയ്യട്ടെ, ഇനി ആരും അതിൽ ഇടപെടുന്നില്ല. അല്ല ഏട്ടനെന്താ ഇപ്പൊ ഒരു മാറ്റം? അത് കാർത്തിക് പത്മ കേസിൽ ഇനി പത്മ വരില്ല എന്ന് പറയാണ്. പത്മ വരില്ലെന്നോ? ഏട്ടൻ എന്തൊക്കെയാ പറയണത്? അവൾ ഇന്ന് കോടതിയിൽ വന്നില്ലേ എന്ന് മുകുന്ദനോട് ചോദിക്കുമ്പോ, അവൾ ഇന്നെന്നല്ല ഇനി കോടതിയിൽ വരാൻ പോകുന്നില്ല, കാർത്തിക് പത്മ കേസ് അവസാനിച്ചു എന്ന് പറയാണ്. ഇതൊക്കെ കേട്ട് അർജുൻ ആകെ ഷോക്കോട് കൂടി ഇങ്ങനെ കേട്ടോണ്ടിരിക്കട്ടെ സ്റ്റെപ്പിന്ന് തന്നെ. അപ്പോ മുത്തശ്ശി ചോദിക്കട്ടെ, നീ കാര്യം തെളിച്ചു പറ, പത്മക്ക് എന്ത് പറ്റി? പത്മ എന്താ കോടതി വരാത്ത? അമ്മേ, പത്മ ഇനി വരില്ല, അവള് മരിച്ചു. മരിച്ചെന്നോ? ഏട്ടൻ എന്തൊക്കെയാ പറയണമെന്ന് ഗോവിന്ദൻ ചോദിക്കുമ്പോ, ഞാൻ പറഞ്ഞ സത്യാണ്. ഓഹോ, അപ്പൊ നിങ്ങൾ ആ പാവം പെണ്ണിനെ ഇല്ലാതാക്കിയല്ലേ? എടാ ഞാനല്ല, നീ പറഞ്ഞത് ഒന്ന് കേക്ക്. അവൾ കോടതിയിലേക്ക് വരുന്ന വഴിക്ക് അവളെ റെയിൽവേ ട്രാക്കിൽ വെച്ചിട്ട് മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന് പറയുമ്പോഴേക്കും ഗോവിന്ദൻ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണോ അല്ലെ? തലച്ചോറുള്ള ആരെങ്കിലും വിശ്വസിക്കണോ അല്ലെ? ഇത് കേൾക്കുമ്പോ തന്നെ അറിയാം, നിങ്ങളും ആ ഫ്രോഡ് കൂട്ടുകാരനുണ്ടല്ലോ, ഗജകേസി ഫ്രോഡൻ, അയാള് ആ കുറിപ്പ് അയാളും കൂടി കരുതി കൂട്ടി പത്മനെ കൊന്നതല്ലേ? എന്തൊരു മനസ്സായിട്ടാ നിങ്ങടാ. പെട്ടെന്ന് തന്നെ അർജുനെ നോക്കാണ് ഗോവിന്ദൻ. എടാ അർജുന മോനെ, കേട്ടില്ലടാ, നമ്മുടെ പത്മ മരിച്ചു പോയെന്ന്. അപ്പോഴേക്കും അർജുൻ ദേഷ്യത്തിൽ ഗോവിന്ദനുണ്ണിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കൊന്നുമല്ല നിങ്ങളെല്ലാരും കൂടി ആ പെണ്ണിനെ. എടാ സത്യമായിട്ടും ഞാൻ അതിനൊരു മനസ്സിലുമില്ല, കൊന്നു കളഞ്ഞു. എന്നെ മനഃപൂർവ്വം ഇവിടെ പൂട്ടിയിട്ടത് നിങ്ങളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട്. ഞാൻ ഇവിടുന്ന് ഇറങ്ങിയിരുന്നെങ്കിൽ ഒരിക്കലും പത്മക്ക് ഇങ്ങനത്തെ ഒരു അവസ്ഥ വരില്ലായിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് പത്മ ഒരിക്കലും മരിക്കില്ലായിരുന്നു. മനഃപൂർവ്വം നിങ്ങൾ പ്ലാൻ ചെയ്ത് എന്നെ ട്രാപ്പിലാക്കിയതാണ് പത്മേനെ കൊല്ലാനായിട്ട്. എടാ ഒരിക്കലും അവളെ കൊല്ലണമെന്നൊന്നും എനിക്കില്ല. ആ പെൺകുട്ടീനെ പത്മ കേസിൽ കാർത്തികിന്റെ കൂടെ ഞാൻ നിൽക്കേണ്ടത്. കാർത്തികിനെ ജയിപ്പിക്കണമെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഒരിക്കലും പത്മനെ കൊല്ലാൻ വേണ്ടി ഞാൻ ആർക്കും പറഞ്ഞിട്ടുമില്ല, ഇനി പറയത്തുമില്ല. അങ്ങനെ അവളെ കൊല്ലാനൊന്നും എനിക്ക് ഉദ്ദേശമില്ലടാ. ആ പെൺകുട്ടിനെ കൊന്നിട്ട് ഞാൻ എന്ത് ചെയ്യാനാ? അങ്ങനത്തെ ഒരു ഉദ്ദേശം എനിക്കില്ലടാ. നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് വിശ്വസിക്കേ എന്ന് പറയുമ്പോഴേക്കും
നമ്മുടെ ഗോവിന്ദൻ പറയണ്ട, ഓഹോ ഏട്ടൻ ഇനിയും ഞങ്ങള് വിശ്വസിക്കണോ അല്ലെ? ഏട്ടൻ ചെയ്തിട്ടില്ലെങ്കിലേ ചെയ്യിപ്പിച്ചു, മറ്റേയാളെ കൊണ്ട് ആ ഗജകേസരി പോക്കിരി ഫ്രോഡിനെ കൊണ്ട് ചെയ്യിപ്പിച്ചു കുറുപ്പ് കൊണ്ട് അർജുൻ പൊട്ടിക്കരയാണ്. പൊട്ടിച്ച ഭയങ്കര ഉച്ചത്തിൽ കരയാട്ടോ. അർജുനെ എടാ മോനെ എന്ന് ഗോവിന്ദൻ പറഞ്ഞു. വേണ്ട, ആരും മിണ്ടണ്ട, ആരും അടുത്തൊരു ശബ്ദം മിണ്ടി പോരുത്, ഈ വീട്ടില ഒരാൾ എന്നോട് ഇനി സംസാരിക്കരുത് എന്ന് പറയുമ്പോഴേക്കും മോനെ ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ എന്ന് രമ്യ പറയുമ്പോ ഞാൻ പറഞ്ഞില്ലേ ആരും എന്നെ തൊടുകയും വേണ്ട സംസാരിക്കുകയും വേണ്ട, ഒരു ഒറ്റൊരെണ്ണം വായ തുറക്കരുത് എന്ന് പറഞ്ഞിട്ട് അർജുൻ അവിടെ നിന്ന് കീ എടുത്തോണ്ട് കരഞ്ഞുകൊണ്ട് വേഗം വണ്ടിയിൽ കയറി പോകുവാട്ടോ ചെയ്യണത്. ആ സമയത്ത് മുത്തശ്ശി രാഘവന്റെ അടുത്ത് പറയണ്ടേ, എടാ രാഘവ ഇതിനെ നീ അനുഭവിക്കൂടാ, ഒരു പാവം പെൺകുട്ടിയുടെ ആ ഒരു ജീവൻ പോയതിന്റെ ആ ഒരു ശാപം ഉണ്ടല്ലോ അതിന്റെ തലക്ക് മുകളിലുണ്ട്, നീ അനുഭവിക്കോടാ, അനുഭവിക്കാതെ ഈ ഭൂമിയിൽ നീ പോവില്ലടാ എന്ന് പറഞ്ഞ് പ്രാഗിക്കൊണ്ട് മുത്തശ്ശി അവിടെ നിന്ന് അങ്ങോട്ട് പോകുവാട്ടോ. രമ്യം വെള്ളം ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ആ വെള്ളം നിലത്തേക്ക് വേണ്ടി രമ്യം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോവാണ്. ഗോവിന്ദനും എല്ലാവർക്കും ഭയങ്കര വിഷമമാണ്. സത്യം പറഞ്ഞ രാഘവനിക്കും ചെറിയ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. അയാളും ഒരിക്കലും വിചാരിച്ചില്ല പത്മനെ കൊല്ലണോന്നൊന്നും. രാഘവയുടെ മനസ്സിലും മുഖത്തും ആ ഒരു വിഷമം തെളിഞ്ഞു കാണുന്നുണ്ട്. അതിനുശേഷം പിന്നീട് കാണിക്കണത് നമ്മുടെ അഞ്ജലിനെയും അതുപോലെ തന്നെ നമ്മുടെ ശിവരാമനെയാണ്. രണ്ടുപേരും കൂടി ഇനിയിപ്പോ കോടതി നിന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ, തിരിച്ച് വീട്ടിലേക്ക് വരാൻ വേണ്ടി തന്നെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പൊ വീട്ടിലെത്തുമ്പോഴേക്കും നമ്മുടെ അഞ്ജലിയുടെ ഫോണിലേക്ക് നമ്മുടെ CA ജാഫർ വിളിക്കുകയാണ്. ഹലോ അഞ്ജലി, വീട്ടിലെത്തിയോ? സർ ഞാൻ വീട്ടിലെത്തുന്നേ ഉള്ളൂ, അത് ഒരു പുതിയ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. എന്താ സർ? അതെ, നമ്മുടെ പത്മ മർഡർ കേസിലെ പത്മയുടെ ആ അബ്ബാടിനെ അവിടുത്തെ തമിഴ്നാട് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ കേരളത്തിലെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് അവിടുത്തെ CA ചെയ്തതാണ്. അത് മാത്രല്ല ആ CA നമ്മുടെ നോക്കുമ്പോഴേക്കും പത്മയുടെ ആ ഒരു തമിഴ്നാട് ബോർഡറിലെ തമിഴ്നാട് ബോർഡറിലെ റെയിൽവേ ട്രാക്കിലാണ് മരിച്ചെങ്കിലും ഡെഡ് ബോഡി കിട്ടിയത് നമ്മുടെ പാറശാല പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ നിന്നിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ കേരള പോലീസിനെയാണ് ഈ മർഡർ കേസ് അന്വേഷിക്കാനുള്ള ഉത്തരവാദിത്തം. പിന്നെ അവിടുത്തെ CA നന്ദനാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അയ്യോ സർ, അപ്പൊ സാറല്ലേ, അപ്പൊ നമ്മൾ പെട്ടുപോകല്ലോ സർ, പത്മക്ക് നീതി കിട്ടില്ലല്ലോ സർ. CA നന്ദൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്, എന്റെ ഉറ്റ സുഹൃത്താണ്. ഞങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് തന്നെയാണ് ഈ കേസ് കേരളത്തിലേക്ക് തന്നെ കിട്ടിയത്. അതുകൊണ്ട് ഈ കേസ് നന്ദൻ സത്യസന്ധമായിട്ട് തെളിയിക്കും, അതെനിക്ക് ഉറപ്പുണ്ട്. എന്റെ കൂട്ടുകാരനാണ് അവൻ. അതുകൊണ്ട് തന്നെയാണ് അവൻ മനഃപൂർവ്വം അമ്പടിനെ കേരളത്തിലെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയത് എന്ന് പറയാണ്. ആണോ, ശരി സർ, എന്ന് ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ എത്രയും പെട്ടെന്ന് അവിടെ എത്താം സർ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി ഫോൺ വെക്കാണ്. അപ്പൊ ശിവരാമൻ ചോദിക്കണ്ട, എന്താ മോളെ, എന്താ പറ്റിയ ചോദിക്കുമ്പോ അതെ CA സാറാണ് വിളിച്ചത്, അമ്പാടിനെ ജനറൽ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇവിടുത്തെ കേരളത്തിലെ. പിന്നെ പത്മയുടെ ബോഡി കിട്ടിയത് ഇവിടെ വെച്ചിട്ട് നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ വെച്ചിട്ടാണ് മരിച്ചെങ്കിലും ബോഡി കണ്ടു കിട്ടിയത് കുറച്ചങ്ങോട്ട് മാറി കേരള ബോർഡറിൽ തന്നെയാണ്. പാറശാല പോലീസ് സ്റ്റേഷനിലെ CA നന്ദനാണ് ആ കേസ് ഇനി തെളിയിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എന്തായാലും കേരളത്തിലെ CA നന്ദൻ എന്ന് പറഞ്ഞ നമ്മുടെ ജാഫർ സാറിന്റെ കൂട്ടുകാരനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കേസ് എന്തായാലും വാദിക്കുക വെച്ചാ. പിന്നെ ഒരു കാര്യം, ഞാനൊന്നും അവിടെ വരെ പോകുവാണ്, അച്ഛൻ ഇവിടെ ഇന്നോ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി അപ്പൊ തന്നെ വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാട്ടോ. ശിവരാമനെ ഭയങ്കര സങ്കടമായിട്ട് അവിടെ നിൽക്കുകയാണ്. അതിനുശേഷം പിന്നീട് കാണിക്കണത് കാർത്തിക്കിനെയാണ് കേട്ടോ. കാർത്തിക് ഭയങ്കര സന്തോഷത്തിൽ വീട്ടിലേക്ക് വരുവാട്ടോ. അപ്പോഴേക്കും നമ്മുടെ സേതു, അതായത് അമ്മയും അതുപോലെ തന്നെ കാവ്യം പുറത്തേക്ക് ഇറങ്ങി ചോദിക്കുന്നുണ്ടാ, എടാ കോടതിയിൽ എന്താ കോടതിയിൽ എന്തായിടാൻ ചോദിക്കും. അച്ഛൻ എവിടെയെന്ന് ചോദിക്കുമ്പോ അച്ഛനൊരു മീറ്റിംഗിന്റെ കാര്യത്തിന് വേണ്ടി ഓൺലൈൻ മീറ്റിംഗിന് വേണ്ടി 2 മണിക്കൂറായി ലാപ്ടോപ്പിന് മുമ്പിൽ തന്നെയാണ്. ഇപ്പോ രാഷ്ട്രീയത്തിൽ അച്ഛൻ ജയിച്ചല്ലോ, അപ്പൊ അതിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കില്ലേ. എടാ നീ കോടതിയിൽ എന്തായാലും പറ. അപ്പോഴേക്കും നമ്മുടെ കുറിപ്പ് പുറത്തേക്ക് ഇറങ്ങാട്ടോ. എടാ മോനെ എന്ന് പറയുമ്പോഴേക്കും അച്ഛൻ എന്നെ ജയിപ്പിച്ചു അച്ഛന് പലപ്പോഴും എന്നോട് പറയാറുണ്ട്, എന്റെ കൂട്ടുകാരന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നവന്മാരൊക്കെ ഞാൻ കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് വെള്ളവും അടിച്ച് എന്റെ കൂടെ നിൽക്കണവന്മാരാണെന്ന്. അപ്പൊ ഞാൻ അച്ഛനെ തിരിച്ചു കളിയാക്കിയിട്ടുണ്ട്. അച്ഛന്റെ കൂടെ നിൽക്കുന്ന ഗുണ്ടകളാണ് അങ്ങനത്തെ ഗുണ്ടകൾ, അച്ഛനെ പണം തട്ടിയെടുക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന ഗുണ്ടകൾ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ടുണ്ടെങ്കിൽ അച്ഛ ഇപ്പൊ സമ്മതിച്ചിരിക്കുന്നു വെച്ചാ. അച്ഛന്റെ ഗുണ്ടകൾ റിയൽ ഗുണ്ടകൾ, അവര് തീർത്തു കളഞ്ഞല്ലോ പത്മേനെ. നീ എന്തൊക്കെയാണ് പറയണത്? അതേ അച്ഛന്റെ ഗുണ്ടകൾ പത്മേനെ തീർത്തു കളഞ്ഞു. റെയിൽവേ ട്രാക്കിൽ അവളെ കൊന്നിട്ടു. പിന്നെ അവളുടെ പർദ്ദയും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ബോഡി ഇപ്പൊ പോസ്റ്റ്മോർട്ടത്തിൽ കൊണ്ടുപോയിരിക്കുക, അവള് മരിച്ചു വെച്ചാ എന്ന് പറയാണ്. എന്നിട്ട് അവന്മാര് ഇനിയൊന്നും വിളിച്ചു പറഞ്ഞില്ലല്ലോ. കാവ്യ പറയണ്ട അച്ഛ, അതിന് ഇത്ര നേരം അച്ഛൻ ലാപ്ടോപ്പിന്റെ മുമ്പിൽ മീറ്റിംഗിലായിരുന്നില്ലേ, അതായിരിക്കും അവര് വിളിച്ചിട്ട് അച്ഛൻ ഫോൺ കാണാതിരുന്നത്. അച്ഛന്റെ ഫോൺ സൈലന്റിലായിരുന്നില്ലേ. എടാ
കാർത്തിക് വാടാ നമുക്കിത് ആഘോഷിക്കണം. ഇത് കേട്ട് സേതു പണ്ടോ കഷ്ടം തന്നെ, ഒരു പാവം പിടിച്ച വേലക്കാരി പെണ്ണ് കൊന്നപ്പോ സമാധാനായല്ലോ, ഈ ശാപമൊക്കെ നിങ്ങൾ എവിടെ കൊണ്ടുപോയി വെക്കാൻ പോകുന്നോ എന്തോ എന്ന് പറഞ്ഞിട്ട് സേതു അകത്തേക്ക് പോവാണ്. അതൊന്നും ആഘോഷിക്കാൻ വേണ്ടി തന്നെ കാർത്തിക്കും കാവ്യം അകത്തേക്ക് കയ്യും പിടിച്ച് കയറി പോകുവാട്ടെ, നമുക്ക് അടിച്ചു പൊളിക്കണം, ആഘോഷിക്കണം, ഇതുപോലെ ആ അഞ്ജലിയും മരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാവ്യം അകത്തേക്ക് പോവാണ്. അപ്പൊ നമ്മുടെ കുറിപ്പ് മനസ്സ് വിചാരിക്കുകയാണ്, എന്നിട്ട് അവന്മാരെന്നെ വിളിച്ചു പറഞ്ഞില്ലല്ലോ, ഫോൺ എടുക്കുമ്പോഴേക്കും ഗുണ്ടകളുടെ ഒരു കോള് പോലും വന്നിട്ടില്ല കേട്ടോ. ഇല്ല, അവന്മാരെന്നെ വിളിച്ചിട്ടില്ല, അതിനർത്ഥം അവന്മാരെല്ലാം കൊന്നിരിക്കണത്. അങ്ങനെ പത്മ വരച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് വേറെ ഏതോ ശത്രു ഉണ്ട്. ഒരിക്കലും എന്റെ ഗുണ്ടകളല്ല അവളെ കൊന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അവൾ മരിച്ചിട്ടില്ല, വേറെന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് കുറിപ്പിനെ മനസ്സിലായി. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. ശരിക്കും ഇത് എന്താ സംഭവിച്ചത് എനിക്ക് ഇപ്പൊ ഡൗട്ട് ആയിട്ടോ. പത്മ മരിച്ചോ ഇല്ലയോ ഒന്നും അറിയില്ല. ഇനിയിപ്പൊ നാളത്തെ പ്രൊമോ കാണിക്കുക, അതായത് ഇന്നത്തെ 11 മണിക്കത്തെ പ്രൊമോയിൽ എന്തെങ്കിലും കാണിച്ചാലേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കാത്തിരിക്കാം. കറക്റ്റ് 11 മണിക്ക് മുമ്പ് തന്നെ ഞാൻ പ്രൊമോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, ഒറിജിനൽ പ്രൊമോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.